ഒരു കാര്യം ഞങ്ങൾ പറഞ്ഞത് സമ്മതിച്ചല്ലോ, പൂരം കലക്കിയതാണ്. അത് സമ്മതിച്ചു ആദ്യം മുഖ്യമന്ത്രി. ADGPയുടെ നേതൃത്വത്തിൽ നടക്കുന്ന അന്വേഷണം പ്രഹസനമാണ് എന്ന് പ്രതിപക്ഷം പറഞ്ഞു. അത് സമ്മതിച്ചല്ലോ. ആ അന്വേഷണം പോരായ്മയുണ്ടെന്ന് പറഞ്ഞു. ഇത് രണ്ടും മുഖ്യമന്ത്രി സമ്മതിച്ചു. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു, ഇപ്പം നടക്കുന്ന അന്വേഷണവും പ്രഹസനമാണ്. പ്രതിപക്ഷം ആവശ്യപ്പെട്ട ജുഡീഷ്യൽ അന്വേഷണം നടത്തിയേ മതിയാവും. പൂരം കലക്കിയതാണ് എന്ന് മുഖ്യമന്ത്രി പ്രതിപക്ഷ ആരോപണം സമ്മതിച്ച സ്ഥിതിക്ക് ഉറപ്പായി ജുഡീഷ്യൽ അന്വേഷണം നടത്തണം. പൂരം കലക്കിയതാണ്. പൂരം കലക്കാൻ നേതൃത്വം കൊടുത്തത് മുഖ്യമന്ത്രിയുടെ സമീപത്ത് ഇപ്പോഴും ആ സ്ഥാനത്തിരിക്കുന്ന ADGPയെ കൊണ്ടാണ് ഇത് ചെയ്യിപ്പിച്ചത്. അപ്പോൾ ബാക്കി മുഖ്യമന്ത്രിയുടെ കീഴിൽ നടക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് നടത്തുന്ന അന്വേഷണം ഞങ്ങൾക്ക് സ്വീകാര്യമല്ല. ജുഡീഷ്യൽ അന്വേഷണം വേണം. മുഖ്യമന്ത്രി നിരപരാധിയാണെങ്കിൽ മുഖ്യമന്ത്രി കൂടി പങ്കുണ്ട്. മുഖ്യമന്ത്രി കൂടി അറിഞ്ഞുകൊണ്ടാണ് പൂരം കലക്കിയത്. അതുകൊണ്ടാണ് രാത്രിയൊന്നും മുഖ്യമന്ത്രി ഇടപെടാതിരുന്നത്. അദ്ദേഹം പറഞ്ഞത് തെറ്റാണ്. അവസാന ഘട്ടത്തിലല്ല പൂരം കലക്കിയത്. രാവിലെ മഠത്തിൽ വരവ് തൊട്ട് പൂരം കലങ്ങി. വൈകുന്നേരത്തെ തെക്കോട്ടിറക്കത്തിന്റെ സമയത്ത് പ്രശ്നമുണ്ടായി. രാത്രി 9 മണിക്ക് ലാത്തിച്ചാർജ് ചെയ്തു. സാധാരണ ആളുകൾ പ്രവേശിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം അവിടെയെല്ലാം റോഡുകൾ തടഞ്ഞ് ബാരിക്കേഡുകൾ ഉണ്ടാക്കി ഭക്തജനങ്ങളെ ലാത്തിച്ചാർജ് ചെയ്തു. അപ്പോൾ ഇത് വെളുപ്പാങ്കാലത്തുണ്ടായതല്ല. ഈ രാവിലെ മുതൽ പൂരം കലക്കുകയാണ്. ADGPയുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു. മുഖ്യമന്ത്രി ഇത് അറിഞ്ഞിരുന്നു. അതുകൊണ്ട് ഈ അന്വേഷണം പോരാ, ജുഡീഷ്യൽ അന്വേഷണം തന്നെ വേണം. മാത്രമല്ല, എത്ര അന്വേഷണമായി ഇപ്പോൾ അജിത് കുമാറിനെതിരായി? ഇത്രമാത്രം RSS നേതാക്കളെ കണ്ടതിൽ അന്വേഷണം, പൂരം കലക്കിയതിന് അന്വേഷണം, PV അൻവറിന്റെ ആരോപണങ്ങൾക്ക് അന്വേഷണം, 5ഓ 6ഓ അന്വേഷണം ADGPക്കെതിരെ ഉണ്ട്. എന്നിട്ടും ആ ADGPയെ എന്തൊരു കരുതലാണ് മുഖ്യമന്ത്രിക്ക്. ഇപ്പോഴും ചേർത്ത് നിർത്തുകയാണ്. ഈ അന്വേഷണത്തെ സ്വാധീനിക്കാനുള്ള കീ പോസ്റ്റിലാണ്, താക്കോൽ സ്ഥാനത്താണ് ADGP ഇരിക്കുന്നത്. ADGPയെ അവിടെ വെച്ചുകൊണ്ട് ഈ അന്വേഷണം നടത്തുന്നത് അന്വേഷണത്തെ പ്രഹസനമാക്കി മാറ്റല്ലേ ചെയ്യുന്നത്? എന്താ അർത്ഥമാണ് ഇതിൻ്റെ അകത്തുള്ളത്? മൂന്നാമത്തെ കാര്യം തമാശയാണ്. മുഖ്യമന്ത്രി ഡൽഹിയിലെ PR ഏജൻസിയുടെ ഇന്റർവ്യൂ ഇപ്പോൾ പറയുന്നത് എന്താ? എനിക്കൊരു PR ഏജൻസി ഇല്ല, ഞാൻ മുൻ MLA TK ദേവകുമാറിൻ്റെ മകനാണ് എന്നോട് ഇന്റർവ്യൂ പറഞ്ഞത്, അതുകൊണ്ടാണ് പറഞ്ഞത്. അങ്ങനെ അല്ലല്ലോ ഹിന്ദു പത്രം പറഞ്ഞത്. ഹിന്ദു പത്രത്തിൻ്റെ വിശദീകരണക്കുറിപ്പ് ഹിന്ദു പത്രത്തിനെ സമീപിച്ചത് കെയ്സൺ എന്ന് പറയുന്ന ഏജൻസിയാണ് മുഖ്യമന്ത്രിയുടെ ഇന്റർവ്യൂ ഓഫർ ചെയ്തത്. അവരുടെ 2 റെപ്രസെൻറ്റേറ്റീവ്സ് ഈ ഇന്റർവ്യൂ നടക്കുന്ന സമയത്ത് മുഖ്യമന്ത്രിയുടെ സമീപത്ത് ഉണ്ടായിരുന്നു. ഇനി വാദത്തിന് സമ്മതിക്കുക, TK ദേവകുമാറിൻ്റെ മകൻ പറഞ്ഞിട്ടാണോ മുഖ്യമന്ത്രി ഇന്റർവ്യൂ കൊടുക്കണം? എന്നാൽ പിന്നെ PRD പിരിച്ചുവിട്, മുഖ്യമന്ത്രിയുടെ മാധ്യമ വിഭാഗം പിരിച്ചുവിട്, മീഡിയ സെക്രട്ടറിയെ പിരിച്ചുവിട്. മുഖ്യമന്ത്രിക്ക് ഇന്റർവ്യൂ കൊടുക്കുന്നത് കൈസനായിട്ടും റിലയൻസ് ആയിട്ടും ബന്ധമുള്ളൊരു ചെറുപ്പക്കാരൻ വഴിയാണോ മുഖ്യമന്ത്രി ഇന്റർവ്യൂ കൊടുക്കുന്നത്? കേരളത്തിലെ മുഖ്യമന്ത്രി ദേശീയ മാധ്യമത്തിന് ഇന്റർവ്യൂ കൊടുക്കുന്നത്? പിന്നെ അടുത്ത തമാശ, ഞാൻ ഹിന്ദുവിന് ഇന്റർവ്യൂ കൊടുക്കുന്ന സമയത്ത് പരിചയമില്ലാത്ത ആരോ കയറി വന്നു. ആരാന്നറിയോ? കെയ്സന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആള് ഹൻഡെ കയറി വന്നു. ആരോ കയറി വന്നു. മുഖ്യമന്ത്രി ഇന്റർവ്യൂ കൊടുക്കുമ്പോൾ ആരെങ്കിലും കയറി വരും? നിങ്ങൾക്ക് ആർക്കെങ്കിലും പോകാൻ പറ്റുമോ? അവിടെ ഒരു പരിചയമില്ലാത്ത, അദ്ദേഹത്തിൻ്റെ റിംഗ് റൗണ്ടിൽ നിൽക്കുന്ന പോലീസിന് പോലും പരിചയമില്ലാത്ത ഒരാൾ മുഖ്യമന്ത്രി ഇന്റർവ്യൂ നടക്കുമ്പോൾ, മുഖ്യമന്ത്രി ഇന്റർവ്യൂ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ കയറി വരിക. ഇത് ആര് വിശ്വസിക്കാനാണ് മിസ്റ്റർ പിണറായി വിജയൻ? ഇതാര് വിശ്വസിക്കാനാണ്? ഒരാളും വിശ്വസിക്കില്ല. അങ്ങനെയാണെങ്കിൽ, നിങ്ങൾ പറയുന്നത് ശരിയാണെങ്കിൽ, ഞാൻ ഇന്നലെ ചോദ്യം ആവർത്തിക്കുന്നു. നിങ്ങൾ അങ്ങനെ ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടില്ല, നിങ്ങൾക്ക് അങ്ങനെ ഒരു ഏജൻസി ഇല്ലെങ്കിൽ, നിങ്ങൾ പറയാത്ത കാര്യം എഴുതി കൊടുത്ത കൈസൺ എതിരായിട്ടും ആ ഇന്റർവ്യൂ പറയാത്ത കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഹിന്ദുവിനെതിരെയും നിങ്ങൾ കേസ് കൊടുക്കുമോ? ഗുരുതരമായ ആരോപണമല്ലേ പറഞ്ഞിരിക്കുന്നത്. മുഖ്യമന്ത്രി പറയാത്ത കാര്യം, മുഖ്യമന്ത്രിക്കായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത ഏതോ ഒരു ഏജൻസി എഴുതി കൊടുത്തിരിക്കുന്നു. ആ എഴുതി കൊടുത്തിട്ടുണ്ടെങ്കിൽ മുഖ്യമന്ത്രി പറയാത്തൊരു കാര്യം, രാജ്യത്ത് ജനങ്ങൾ തമ്മിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന ഒരു കാര്യം എഴുതി കൊടുത്ത കൈസൺ എന്ന് പറയുന്ന ഏജൻസിക്കെതിരായും അവരെഴുതി കൊടുത്ത അനുസരിച്ച് മുഖ്യമന്ത്രി പറയാത്ത കാര്യം റിപ്പോർട്ട് ചെയ്ത ഹിന്ദുവിനെതിരെയും കേസെടുക്കാൻ ധൈര്യമുണ്ടോ? മറുപടി പറഞ്ഞില്ലല്ലോ.
ഇന്നലെ ചോദിച്ച ചോദ്യത്തിന് വീണെടുത്ത് കിടന്ന് ഉരുളയാണ് മുഖ്യമന്ത്രി, വീണെടുത്ത് കിടന്ന് ഉരുളയാണ്. ഗീബൽസിനെ പോലെ നുണ പറയാൻ, ഗീബൽസിനെ പോലെ 1000 വട്ടം നുണ പറയാൻ, സത്യമായി മാറും എന്നുള്ള ധാരണയിലാണ് മുഖ്യമന്ത്രി ഇരിക്കുന്നത്. ആരെയാണ് നിങ്ങൾ പരിഹസിക്കുന്നത്? പത്രസമ്മേളനത്തിനിടയിൽ 4-5 പ്രാവശ്യം അഹഹ എന്ന് പറഞ്ഞാൽ പോരാ, 4-5 പ്രാവശ്യം പറഞ്ഞിന്ന് അഹഹ എന്നല്ല വേണ്ടത്, മറുപടി വേണം. ചോദ്യങ്ങൾക്ക് പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങളുടെ ഇന്റർവ്യൂ. ഇനി ഞാനൊരു കാര്യം കൂടി പറയാം. സെപ്റ്റംബർ 13 വേറൊരു PR ഏജൻസി ഡൽഹിയിലെ മാധ്യമങ്ങൾക്ക് മുഴുവൻ ഒരു വാർത്ത കൊടുക്കുന്നു. ആ വാർത്തയിൽ കഴിഞ്ഞ 5 കൊല്ലമായി കേരളത്തിൽ നടത്തുന്ന, മലപ്പുറം ജില്ലയിൽ നടത്തുന്ന സ്വർണ്ണക്കള്ളക്കടത്തിൻ്റെ വിവരങ്ങളാണ്, ഹവാല പണത്തിൻ്റെ വിവരങ്ങളാണ്. അത് മലപ്പുറം ജില്ലയിലാണ് ഈ പണം ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുകയാണ് എന്നുള്ള ഒരു നറേറ്റീവ് ഒരു PR ഏജൻസി ഡൽഹിയിലെ മുഴുവൻ മാധ്യമങ്ങൾക്കും കൊടുത്തു. സെപ്റ്റംബർ 13-ാം തീയതി. 21-ാം തീയതി മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്തും. 1 മണിക്കൂർ 40 മിനിറ്റ് നീണ്ടു നിന്ന പത്രസമ്മേളനം. അതിൽ 5 കൊല്ലത്തെ കണക്ക് പറയുന്നില്ല, 3 കൊല്ലത്തെ കണക്ക് മാത്രം പറയുന്നു. മലപ്പുറം എന്ന് പറയുന്നില്ല. വീണ്ടും ഇപ്പോൾ 29-ാം തീയതി ഹിന്ദുവിന് കൊടുത്ത ഇന്റർവ്യൂ, അതിൽ ഈ സ്വർണത്തിന്റെ അതേ കണക്ക്. എന്നിട്ട് രണ്ടാമത് എഴുതി കൊടുക്കുന്നു അത് മലപ്പുറത്താണ്, അത് ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്കാണ് ഉപയോഗിക്കുന്നതെന്ന് എഴുതി കൊടുക്കുന്നു. ഈ മൂന്നും, അതായത് സെപ്റ്റംബർ 13-ാം തീയതി മറ്റൊരു PR ഏജൻസി ഡൽഹിയിലെ മാധ്യമങ്ങൾക്ക് കൊടുത്ത ഈ സ്വർണ്ണക്കള്ളക്കടത്തിന്റെ വിവരവും, സെപ്റ്റംബർ 21-ാം തീയതി മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്തി 3 കൊല്ലത്തെ മലപ്പുറം ജില്ലയിലെ ഈ വിഷയങ്ങളും, ഇപ്പോൾ 29-ാം തീയതി ഹിന്ദുവിന് കൊടുത്ത ഇന്റർവ്യൂ, ഈ 3 ഡ്രാഫ്റ്റും ഈ 3 നറേറ്റീവ് നമ്മുടെ കയ്യിലുണ്ട്, മാധ്യമങ്ങളായ നിങ്ങളുടെ കയ്യിലുണ്ട്. ഇത് 3 ഒരു സ്ഥലത്ത് തയ്യാറാക്കിയതാണ്, ഒരു സ്ഥലത്ത് തയ്യാറാക്കിയതാണ്. കേരളത്തിൽ സംഘപരിവാർ അജണ്ട കേരളത്തിൽ നടപ്പാക്കാൻ വേണ്ടി തയ്യാറാക്കിയ സ്ക്രിപ്റ്റാണത്. വീണ്ടും പറയുന്നു, സെപ്റ്റംബർ 13-ൽ PR ഏജൻസി ഡൽഹിയിൽ കൊടുത്തത്, 21-ാം തീയതി മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിൽ പറഞ്ഞത്, 29-ാം തീയതി ഹിന്ദുവിൽ കൊടുത്ത ഇന്റർവ്യൂ. ഇത് 3ഉം ഒരേ നറേറ്റീവ്, ഒരേ നറേറ്റീവ്. സംഘപരിവാർ അജണ്ടയാണ് കേരളത്തിൽ ഈ മുഖ്യമന്ത്രി നടപ്പാക്കാൻ ശ്രമിക്കുന്നത്. എന്നിട്ട് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കള്ളത്തരങ്ങൾ ആവർത്തിക്കുകയാണ്, പച്ചക്കള്ളമാണ് പറയുന്നത്. ആര് വിശ്വസിക്കും? ആര് വിശ്വസിക്കും മുഖ്യമന്ത്രി പറയുന്നത്? ഒരാൾ കയറി വന്നു, ഒരു വലിയ ഇന്റർനാഷണൽ ഏജൻസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാൾ, അതിന്റെ തലപ്പത്തിരിക്കുന്ന ആൾ കേരളത്തിലെ മുഖ്യമന്ത്രിയോട് അപ്പോയിന്റ്മെന്റ് എടുക്കാതെ പോലീസ്, ചുറ്റും നിൽക്കുന്ന പോലീസും സെക്യൂരിറ്റി അറിയാതെ ഒരു ഇന്റർനാഷണൽ ഏജൻസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്പർ 1 സ്ഥാനത്തിരിക്കുന്ന ഒരാൾ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ മുറിയിൽ, അതും അദ്ദേഹം ഒരു പത്രത്തിന് ഇന്റർവ്യൂ കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അടുത്തുപോയി നിൽക്കും എന്ന് പറഞ്ഞാൽ വേറെ ആളെ നോക്കിയാൽ, മലയാളികളെ ഇങ്ങനെ വിഡ്ഢികളാക്കരുത്, വേറെ ആളെ നോക്കിയാൽ വിശ്വസിപ്പിക്കുക. നിങ്ങളുടെ ചുറ്റും നിൽക്കുന്നവരോട് നിങ്ങൾ പറഞ്ഞാൽ മതി എന്നോണ, കേരളത്തിലൂടെ പറയേണ്ട എന്നോണ. അല്ല, അവർക്കൊരു പത്രമുണ്ടല്ലോ, ദേശാഭിമാനി. അതിൽ ഈ ഹിന്ദുവിന്റെ വിശദീകരണ കുറിപ്പ് പോലും ഇല്ല. ഹിന്ദുവിന്റെ വിശദീകരണ കുറിപ്പ് ഇടാത്ത ഏക പത്രം, ഏക വാർത്താ മാധ്യമം ദേശാഭിമാനിയാണ്. കൈരളി, അവരോട് പറയടാ, അവരെ പഠിപ്പിക്കട്ടെ. അല്ല, ഇത് ഞാൻ ചോദിക്കട്ടെ, ഏത് പൂരം കലക്കിയിലാണ്? PR ഏജൻസി. അല്ല, PR ഏജൻസി, മുഖ്യമന്ത്രി പറയുന്നു മുഖ്യമന്ത്രിക്ക് PR ഏജൻസി ഇല്ല, മുഖ്യമന്ത്രി ആരെ ഏൽപ്പിച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രി പറയാത്ത കാര്യം എഴുതി കൊടുത്ത ആ ഏജൻസിക്കെതിരായി, അത് പ്രസിദ്ധീകരിച്ച ഹിന്ദുവിനെതിരായി കേസ് കൊടുക്കാമെന്ന് ഞങ്ങൾ ചോദിച്ചത്. കൊടുക്കണ്ടേ? ഞാനാണെങ്കിൽ കൊടുക്കും. ഞാൻ അറിയാതെ എൻ്റെ പേരിലൊരു വാർത്ത എഴുതി കൊടുത്താൽ ഞാൻ ആ ഏജൻസിക്കെതിരായിട്ടും അത് ഇട്ട പത്രത്തിനെതിരായിട്ടും ഞാൻ കേസ് കൊടുക്കും. കൊടുക്കൂലേ? കൊടുക്കില്ലേ? അതിനെല്ലാം മറുപടിയാണ് ഞാൻ പറഞ്ഞത്. സെപ്റ്റംബർ 13-ാം തീയതി PR ഏജൻസിയെ കൊണ്ട് ഡൽഹിയിൽ ഈ നറേറ്റീവ് വിതരണം ചെയ്യിപ്പിച്ച ആരാണ്? അതേ കാര്യം 21-ാം തീയതിയിലത്തെ പത്രസമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറയും. അതേ കാര്യം 29-ാം തീയതി ഇന്റർവ്യൂവിൽ പറഞ്ഞ് ഏജൻസിയെ കൊണ്ട് എഴുതി കൊടുക്കുകയും ചെയ്താൽ ഇതൊക്കെ റിപ്പോർട്ട് ചെയ്യലല്ലേ മാധ്യമങ്ങളുടെ ജോലി? നിങ്ങളുടെ ജോലി ഇതല്ലേ?
ഇതിപ്പോ ഒരു സ്ഥിരം പരിപാടിയാണ് മാധ്യമങ്ങളുടെ മുക്കിട്ട് കയറുക എന്ന് പറയുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ഗുരുതരമായ ആരോപണങ്ങൾ. ഞാനാണല്ലോ ആദ്യമായിട്ട് ADGP RSS നേതാക്കളുമായി ചർച്ച നടത്തിയെന്ന് പറഞ്ഞത്. അപ്പോൾ ആ ചർച്ച നടന്നു. ഏത് ഹൊസബലയുമായിട്ടുള്ള ചർച്ച നടന്നു, രാം മാധവുമായിട്ടുള്ള ചർച്ച നടന്നു, വത്സൻ തില്ലങ്കേരിയായിട്ട് 4 മണിക്കൂർ ചർച്ച ചെയ്തെന്ന റിപ്പോർട്ട്. അപ്പോൾ ADGP ലോ ആൻഡ് ഓർഡറിൻ്റെ പ്രധാനപ്പെട്ട ജോലി RSSുമായിട്ടുള്ള സംഘപരിവാറുമായിട്ടുള്ള കോർഡിനേഷനാണോ? അതുകൊണ്ടാണ് മുഖ്യമന്ത്രി സംരക്ഷിക്കുന്നത്. ഇത്രയും കേസുള്ള, ഇത്രയും അന്വേഷണം നടക്കുന്ന ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ ഏതോ തൃശ്ശൂർ പൂരത്തെക്കുറിച്ച് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് വെച്ചിട്ട് ഒരു വിവരം കൊടുത്തതിൻ്റെ പേരിൽ ഒരു DYSP അന്ന് രാത്രി സസ്പെൻഡ് ചെയ്ത്, എന്നിട്ട് പറഞ്ഞത് അന്വേഷണം നടക്കുമ്പോൾ അദ്ദേഹം ആ സ്ഥാനത്തിരിക്കുന്നത് ശരിയല്ല എന്നാണ്. DYSP ഹെഡ്ക്വാർട്ടേഴ്സിലെ സന്തോഷ് അല്ലേ, അന്വേഷണം നടക്കുമ്പോൾ അയാൾ ആ സ്ഥാനത്തിരിക്കുന്നത് ശരിയല്ല, അതുകൊണ്ട് സസ്പെൻഡ് ചെയ്യുന്നു. അരഡസൻ അന്വേഷണം നടക്കുകയാണ്. പ്രഹസനമാണ് എല്ലാ അന്വേഷണവും. എനിക്ക് വലിയ സന്തോഷം, പൂരം കലക്കിയതാണ് എന്ന് ഞങ്ങളാണ് പറഞ്ഞത് പ്രതിപക്ഷം. അത് മുഖ്യമന്ത്രി ഇപ്പൊ സമ്മതിച്ചു. ഉറപ്പല്ലേ? ഇതാണല്ലോ സംഘപരിവാർ ബന്ധം. ഞാനതിലെ കൺക്ലൂഡ് ചെയ്ത്, കേരളത്തിൽ സംഘപരിവാറിന്റെ അജണ്ട തെരഞ്ഞെടുപ്പിന് ശേഷം മുഖ്യമന്ത്രി വീണ്ടും നടപ്പാക്കിയാണ്. സംഘപരിവാർ അജണ്ട, സംഘപരിവാർ നറേറ്റീവാണ് ഞാൻ ഈ പറഞ്ഞ 3 ദിവസവും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, കേരളത്തിലെ ജനങ്ങളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചത്. അതിൻ്റെ ഭാഗമാണ് മന്ത്രി റിയാസ്. ആകെ ഒരു മന്ത്രിയല്ലേ വന്നുള്ളൂ, ആകെ പാവം. ഞാൻ അതുകൊണ്ട് അദ്ദേഹത്തെ ഒന്നും പറയാത്തത്. മുഖ്യമന്ത്രിക്ക് എന്തെങ്കിലും പറ്റിയ കാക്കാനുള്ളതും സംരക്ഷിക്കാനുള്ളതും ആ പാവം മന്ത്രി മാത്രമേ ഉള്ളൂ, വേറൊരു മന്ത്രിയില്ല. രാജേഷ് പറഞ്ഞത് എന്താണ് രാജേഷും മനസ്സിലായില്ല, കേട്ട നമുക്കും മനസ്സിലായില്ല, എന്തോ പറഞ്ഞു പോയി. ബാക്കി മന്ത്രിമാരൊക്കെ എങ്ങനെയാണ്? ആകെ ഒരു മന്ത്രിയുള്ളതാണ് പൊതുമരാമത്ത് മന്ത്രി. ഇന്നലെയും പറഞ്ഞു അദ്ദേഹത്തിനെ പറ്റി എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ ഇനിയും മറുപടി പറയുമെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് എന്താ? സെയിം സാധനമാണ്. ജമായത്ത് ഇസ്ലാമിയും UDFും കൂടി നടത്തിയ ഗൂഢാലോചനയാണ് ഏത് ഈ സംഭവം. ഇവിടെ എന്താ ജമായത്ത് ഇസ്ലാമിക്ക് കാര്യം? ഇനി ഞാൻ ചോദിക്കട്ടെ, 3 പതിറ്റാണ്ട് കാലം ജമായത്ത് ഇസ്ലാമിയും CPM ഒരുമിച്ചായിരുന്നല്ല. ഞാൻ പറഞ്ഞു, ഞാൻ 6 തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ആളാണ്. 6 തെരഞ്ഞെടുപ്പിൽ ജമായത്ത് ഇസ്ലാമി LDFിന്റെ കൂടെ ഇരുന്നു. ഈ കോടിയേരി ബാലകൃഷ്ണനും പിണറായി വിജയനും എത്ര പ്രാവശ്യം ജമായത്ത് ഇസ്ലാമിയുടെ ആസ്ഥാനത്ത് പോയിരിക്കുന്നു? അവർ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് ആദ്യം ദേശീയ തലത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ വരണമെന്നാണ് സ്റ്റാൻഡ് എടുത്ത്. അതുവരെ CPMന്റെ കൂടെ അല്ലേ ശ്രീകണ്ഠൻ മത്സരിക്കുമ്പോൾ അവരാരുടെ കൂടെ ഇരുന്ന് ആദ്യം മത്സരിക്കുമ്പോൾ. അപ്പോൾ ഇപ്പോൾ വർഗീയത പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മുഖ്യമന്ത്രിയും റിയാസും ഒരേ വാക്കാണ് പറഞ്ഞത്, എന്നാൽ സംഘപരിവാർ അജണ്ടയാണ്. മുഖ്യമന്ത്രി ഇപ്പോൾ പ്രതിസന്ധിയിലായപ്പോൾ മനസ്സിലായില്ലേ? ഞങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ, കേരളത്തിൽ നടക്കുന്ന സ്വർണ്ണക്കള്ളക്കടത്ത് അതിൻ്റെ പേട്രണേജ്, പൊളിറ്റിക്കൽ പേട്രണേജ് ഗവൺമെൻറ്റിനുണ്ട്, പാർട്ടിക്കുണ്ടെന്ന് പറഞ്ഞില്ലേ ഞങ്ങൾ? എത്രയോ മാസം മുമ്പ് ഞങ്ങൾ അസംബ്ലിയിൽ പറഞ്ഞു. ഈ വിവാദമൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് സ്വർണ്ണക്കള്ളക്കടത്തുമായിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ബന്ധമില്ലേ? സ്വർണം പൊട്ടിക്കലിന് CPMുമായിട്ട് ബന്ധമുള്ളവരല്ലേ? കണ്ണൂർ കൊലക്കേസിലെ പ്രതികളല്ലേ സ്വർണം പൊട്ടിക്കൽ നടത്തുന്നത്? ചന്ദ്രശേഖരൻ കൊലക്കേസിലെ പ്രതികൾ സ്വർണം പൊട്ടിക്കലിൽ വന്നില്ലേ? മയക്കുമരുന്ന് മാഫിയയിൽ വന്നില്ലേ? എല്ലാം CPM പ്രൊട്ടക്ഷൻ കൊടുക്കല്ലേ? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, CPMനെ ബാധിച്ചിരിക്കുന്ന ജീർണത അത് ഇടതുമുന്നണിയുടെ ശിഥിലീകരണത്തിലേക്ക് എത്തിക്കുകയാണ്. അതിൻ്റെ തുടക്കമാണ് നടക്കുന്നത്. പരസ്പര വിശ്വാസമില്ല, പരസ്പര ആദരവില്ല, പരസ്പര ബഹുമാനമില്ല. ഇപ്പോൾ CPI ഒരു വഴിക്ക്, കേരള കോൺഗ്രസ് വേറെ വഴിക്ക്, RJD വേറെ വഴിക്ക്, അൻവർ പോയ വഴിയിൽ, ജലീൽ അങ്ങോട്ടാണ് ഇങ്ങോട്ടാണെന്നറിയാം. ഇടതുമുന്നണിയുടെ സ്ഥിതിയാണ് കേരളത്തിലെ. ഡിസിൻറ്റഗ്രേഷനാണ്, ശിഥിലീകരണമാണ്, അപകടകരമായ സ്ഥിതിയിലായിരിക്കും. ആണ് അത് തൃശ്ശൂർ തെരഞ്ഞെടുപ്പ് വരെ ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞപ്പോൾ കോംപ്ലിമെന്റ്സ് ആയി രണ്ടുപേരും കൂടി. തൃശ്ശൂർ ഞാൻ പറയല്ലോ, കരുവന്നൂർ കേൾക്കാറുണ്ടോ? മറ്റേ എല്ലാ ദിവസവും കരുവന്നൂർ ED വാർത്തയല്ലേ? ഇലക്ഷൻ കഴിഞ്ഞ പിന്നെ തൃശ്ശൂർ പാർലമെന്റ് ഇലക്ഷൻ കഴിഞ്ഞ പിന്നെ
കരുവന്നൂരിന്ന് കേട്ടിട്ടുണ്ട് ആരെങ്കിലും? കേട്ടിട്ടില്ല, അത് പോയി തീർന്നു. തന്നെത്താ സമ്മതിച്ചാൽ മതി, നാട്ടുകാരും സമ്മതിക്കില്ല. കാഫിർ വിവാദം മതപരമായ ഭിന്നിപ്പുണ്ടാക്കാൻ വടകരയിൽ ചെയ്തതാണ്. മതപരമായ ഭിന്നിപ്പ് സംഘപരിവാർ സ്റ്റൈലിൽ ചെയ്തതാണ്. പുറത്തു വന്നല്ലോ ആരാ ചെയ്തതെന്ന്. അധികാരത്തിൽ വന്ന ഉടനെ തന്നെ RSS നേതാക്കളുമായി മസ്കറ്റ് ഹോട്ടലിലെ കൂടിക്കാഴ്ച ശ്രീ എം എന്ന് പറയുന്ന ആത്മീയ നേതാവിൻ്റെ സാന്നിധ്യത്തിൽ ഞാൻ മുഖത്ത് നോക്കി ചോദിച്ചാൽ മുഖ്യമന്ത്രിയോട്, നിഷേധിച്ചില്ലല്ലോ? നിഷേധിച്ചില്ല. പൂരം കലക്കിയത് ADGPയെ വിട്ട് പ്രധാനപ്പെട്ട RSS നേതാക്കന്മാരെ ദൂതനായി വിട്ട് അവരുമായിട്ട് നടത്തിയ ചർച്ച മനസ്സിലായില്ല. പൂരം കലക്കി BJPയെ സഹായിച്ചത്. പിന്നെ കേസ് അന്വേഷണമൊക്കെ നിർജീവമായത്. SNC ലാവ്ലിംഗ് കേസ് 40 പ്രാവശ്യമായിട്ട് മാറ്റിവെക്കുന്നു. അന്വേഷണം നടക്കാത്തത്, ഒരു അന്വേഷണവും നടക്കാത്തത്. ED ഒക്കെ പോയി. ED ഞങ്ങൾക്കൊക്കെ എതിരെ ഇപ്പം അന്വേഷണം നടത്തണം. നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ പ്രതിപക്ഷ അംഗങ്ങൾ നിരവധി ചോദ്യങ്ങളാണ് കൊടുത്തത്. ആ കാര്യത്തിൽ മുഖ്യമന്ത്രി ഒളിച്ചോടുന്ന ഒരു സമയം ഒരു കാലത്തും ചെയ്യാത്ത കാര്യമാണ് ലെജിസ്ലേച്ചർ സെക്രട്ടേറിയറ്റും സർക്കാർ കൂടി ചെയ്തിരിക്കുന്നത്. പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ രാജ്യത്തെ ബാധിക്കുന്ന, സംസ്ഥാനത്തെ ബാധിക്കുന്ന പൊതു താല്പര്യമുള്ള വിഷയങ്ങൾ സ്റ്റാർഡ് ക്വസ്റ്റനായി കൊടുത്തിട്ട് അൺസ്റ്റാർഡാക്കി മറുപടി പറയണ്ട, ഹൗസിൽ മറുപടി പറയണ്ട, ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാതെ ഒളിച്ചോടുകയാണ്. മൗനത്തിലാണ് പല സമയത്ത്. ഇപ്പോൾ വന്ന് പറയുന്നത് ചിരിയാണ്. നിയമസഭയിൽ ശക്തമായി ഞങ്ങൾ ഈ കാര്യങ്ങളെല്ലാം ഉന്നയിക്കും, അതിശക്തമായി ഉന്നയിക്കും. മുഖത്ത് നോക്കി ചോദിക്കും, ചോദിക്കാറുണ്ട്, ഇനിയും ചോദിക്കും, ഒരു സംശയമില്ല. ഞാൻ പറഞ്ഞല്ലോ, അത് ഇടതുമുന്നണിയുടെ ശിഥിലീകരണത്തിന്റെ ആരംഭം കുറിച്ചുകൊണ്ടുള്ള ആദ്യത്തെ നടപടിയാണ്. ഇടതുമുന്നണിയിൽ നിന്നുള്ള ശിഥിലീകരണത്തിന്റെ തുടക്കം. അത് നമ്മൾ ചർച്ച ചെയ്യേണ്ട സമയത്ത് നമ്മൾ ചർച്ച ചെയ്യും. RSS അത് ഇതുമായിട്ട് വല്ല ബന്ധമുള്ള കാര്യം അല്ല. വരട്ടെ, നമുക്ക്